Hi friends, I think now you are waiting for your first English chapter. അല്ലേ UP സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. പാരൻസും മറ്റുള്ളവരും പറയാൻ തുടങ്ങി ഇനി എന്താണ് ഹൈസ്കൂളാണ് അല്ലേ, ഇനി പഠനം ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്കും തോന്നുന്നുണ്ട് ഈ വർഷം മുതൽ പഠനം ഒന്ന് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകണം എന്ന് അല്ലേ. സോ അവരുടെ ആഗ്രഹം പോലെയും നിങ്ങളുടെ ആഗ്രഹം പോലെയും നമുക്ക് ഈ വർഷം പഠനം അങ്ങ് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാം അല്ലേ. സോ ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? ഞാനും റെഡിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂസ് ആൻഡ് വ്യൂസ്. എന്താണ് ഹ്യൂസ് ആൻഡ് വ്യൂസ്? ഇവിടെ തന്നെ നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു വേർഡ് അല്ലേ, പക്ഷെ ഇത് ഒരുപാട് പരിചയമുള്ള വേർഡാണ്. ഹ്യൂസ് മീൻസ് കളേഴ്സ്. എന്താണ് കളേഴ്സ് അല്ലെ, നിറങ്ങൾ. ആൻഡ് വ്യൂസ്, വ്യൂസ് മീൻസ് എന്താണ് വ്യൂ അല്ലെ, കാഴ്ചകൾ എന്നാണ് കേട്ടോ ഇവിടെ മീനിങ് വരുന്നത്. ഹ്യൂസ് ആൻഡ് വ്യൂസ്, നിറങ്ങളും കാഴ്ചകളും അല്ലെ. നിറങ്ങളുടെയും കാഴ്ചകളുടെയും ഭംഗിയുള്ള ഒരു ചാപ്റ്റർ ആണ് ഇനി വരാൻ പോകുന്നത്. സോ നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ഇവിടെ കാണുന്നത്? നമുക്ക് ചാപ്റ്റർ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പിക്ചർ നോക്കാം. എന്താണ്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ വെരി കെയർഫുള്ളി അല്ലെ. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. എന്താണ് ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത്? സോ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ട് ഒരു 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? എന്താണ് ഈ പിക്ചറിൽ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഒന്ന് നോക്കിക്കേ മക്കളെ, എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? നിങ്ങൾക്കൊന്ന് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഒരു ഓൾഡ് മാനെ കാണുന്നില്ലേ? അതെ അല്ലേ, ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ. ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കാണുന്നില്ലേ? നമ്മളെ ടാഗോറിനൊക്കെ പോലെ അല്ലെ, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ തോന്നില്ലേ നിങ്ങൾക്ക്? അതുപോലെ ഒരു ഏജ് ആയിട്ടുള്ള ഒരാളെ കാണുന്നുണ്ടാവും അല്ലെ. ദെൻ വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്സ് ക്ലോസ്ലി അല്ലെ. ഇനി നിങ്ങളൊന്ന് എഴുതി ഒന്നൊന്ന് പോസ് അടിച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തൊന്ന് നോക്കിക്കേ. വളരെ അടുത്തൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ അല്ലേ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പിക്ചേഴ്സ് പലപ്പോഴും നിങ്ങളുടെ പല വാട്സപ്പിലുമായിട്ടും യൂട്യൂബ് ചാനലുകളിലും മറ്റു പല മീഡിയാസിലും നിങ്ങൾ കാണാറുണ്ടാവും ഇങ്ങനെയുള്ള പിക്ചേഴ്സ് അല്ലേ. ഇങ്ങനെയുള്ള പിക്ചേഴ്സ് തന്നിട്ട് ശ്രദ്ധിച്ചു നോക്കാനോ അല്ലെങ്കിൽ തല തിരിച്ചു നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നോസ് അതിനോട് മുട്ടിച്ച് നോക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ പല പിക്ചേഴ്സും കാണും. ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ഇപ്പൊ കാണാറുണ്ടാവും അല്ലേ. അതുപോലെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പിക്ചറാണ് ഇത് അല്ലേ. അപ്പൊ നിങ്ങൾ ക്ലോസ് ആയിട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയാ കണ്ടത്? ഒരു ഹോസിനെ കാണുന്നുണ്ട് അല്ലെ, ഒരു വൈറ്റ് ഹോസിനെ കാണുന്നുണ്ട്. അതിന് മുകളിലെ മാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ ഹോസ് അല്ലെ. ഒരു വ്യക്തി അല്ലെ, അതൊരു പ്രിൻസ് ആണെന്ന് തോന്നുന്നു അല്ലെ, രാജാവാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു രാജകുമാരനാണ് അല്ലെ. ഒരു പ്രിൻസ്, തൊപ്പിയൊക്കെ കണ്ടിട്ട് ഒരു പ്രിൻസിന്റെ ഒരു ഛായയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പ്രിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വൈറ്റ് ഹോസിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആരോ അവിടെ ലേ ചെയ്യുന്നുണ്ട് അല്ലെ, ആരോ അവിടെ ഒരു ഓൾഡ് വുമൺ ആണെന്ന് തോന്നുന്നു അല്ലെ, അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ ആ ഹെയർ ഒന്ന് നോക്കിക്കുക. ആ നിറച്ച ഗ്രേ ഹെയർ നിങ്ങൾക്ക് ഒരു കടലോ പുഴയൊക്കെ ഒഴുകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പിക്ചേഴ്സ് ആണ് അല്ലെ. നോക്കാം, നമുക്ക് നെക്സ്റ്റ് പിക്ചേഴ്സ് നോക്കാം. ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റ് മീൻസ് ആരാ? വരക്കുന്ന ആള് കേട്ടോ. ഇത് വരച്ച ആള് ഹൈഡ്, ഒളിപ്പിച്ചു വെക്കുക മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നിങ്ങൾ ഫസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഇപ്പൊ നമ്മൾ രണ്ടാമത് ക്ലോസ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളില്ലേ, അതെങ്ങനെയാണ് ആർട്ടിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചത് മക്കളെ? എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പെയിന്റിങ് കഴിവ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഓൾഡ് മാന്റെ പിക്ചർ വരച്ചിട്ടാണ് അത് അദ്ദേഹം മറ്റു പിക്ചേഴ്സുകളൊക്കെ അതിനുള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചത്. ഒരു ഓൾഡ് മാന്റെ പിക്ചർ വരച്ചിട്ടാണ് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് നോക്കുമ്പോഴല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ നമുക്ക് പല പിക്ചേഴ്സും അതിൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ കഴിയും. സോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അങ്ങനെയുള്ള ഒരു പിക്ചറിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ മക്കളെ. എന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ? പറഞ്ഞ് നമ്മുടെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്താണ്? ദ മിസ്റ്റീരിയസ് പിക്ചർ അല്ലെ. ചാപ്റ്ററിനെ കുറച്ച് ഗാംഭീര്യമായിട്ടുള്ള പേര് അല്ലെ, ദ മിസ്റ്റീരിയസ് പിക്ചർ. എന്താണ്? നിഗൂഢമായിട്ടുള്ള അല്ലെ, നിഗൂഢമായിട്ടുള്ള ഒരു പിക്ചർ. ദാ മിസ്റ്റീരിയസ് മീൻസ് എന്താണ് മക്കളെ? നിഗൂഢമായ, ഓക്കെ, വളരെ നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു പിക്ചർ. ഒരു പിക്ചറാണ് മീൻസ് ഒരു ചിത്രം. ഇവിടെ ചാപ്റ്ററിൽ ഒരു പെയിന്റിങ് എന്നാണ് പറയുന്നത്. സോ പിക്ചർ, ചിത്രം അല്ലെങ്കിൽ പെയിന്റിങ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം അതിന്റെ ചെറിയൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ. ലെറ്റ്സ് റൈറ്റ്
a story from the legend of the glorious adventures of Till Eulenspiegel. It narrates an interesting episode from the life of an artist. നമുക്കിവിടെ വായിക്കാനുള്ള സ്റ്റോറി എന്താണ്? ദ ലെജൻഡ് ഓഫ് ദ ഗ്ലോറിയസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൽ യുനെസ്ബീഗൽ അല്ലേ? ടിൽ യുനെസ്ബീഗൽ എന്ന് പറയുന്ന ഒരാളുടെ വളരെ സാഹസികത നിറഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കാനുള്ളത്. സോ ഇറ്റ് നാരേറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഫ്രം ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റുടെ ലൈഫിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ് ഇവിടെ എഴുതി ചേർത്തിട്ടുള്ളത്. സോ നോക്കാം. ഫസ്റ്റ് നമുക്ക് ചാപ്റ്ററിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇത്രയും നല്ലൊരു കഥ എഴുതിയിട്ടുള്ള ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണമല്ലോ അല്ലേ? നോക്കാം. ചാൾസ് ഡി കോസ്റ്റർ ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ബുക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്കിൽ നോക്കുക. പഠിപ്പിക്കുമ്പോഴൊക്കെ അതിൽ നോട്ടുകളും മീനിങ്ങുകളും ഒക്കെ മുകളിലായിട്ട് എഴുതിയെടുക്കാം. ഇനി ബുക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു നോട്ട് ബുക്ക് കയ്യിൽ പിടിച്ചിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചാൾസ് ഡി കോസ്റ്റർ ഇവിടെ അദ്ദേഹത്തിന് ഒരു പ്രസക്തിയില്ല. നമുക്ക് പഠിക്കാനോ ബുക്ക് ബേസ് ചെയ്തിട്ടോ എക്സാമിനൊന്നും ഇദ്ദേഹത്തെ വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ അറിയാം. ചാൾസ് ഡി കോസ്റ്റർ 1827-17 അല്ലെ, ഡെത്ത് ടു ബർത്ത് ടൈം. ദ ഫാദർ ഓഫ് ദ ബെൽജിയം ലിറ്ററേച്ചർ, അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹം എത്രത്തോളം വലിയ ആളാണെന്ന് മനസ്സിലാക്കാം അല്ലെ. ബെൽജിയം ലിറ്ററേച്ചറിന്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം. അപ്പൊ അത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. വാസ് ബോൺ ഇൻ മുനിച്ച് അല്ലെ, മുനിച്ചിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നോക്കാം. സോ ഹിസ് മാസ്റ്റർ പീസ്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് ഏത്? ഈസ് ദ ലെജൻഡ് ഓഫ് ടിൽ യുനെസ്ബീഗൽ ആൻഡ് ദ ലാം ഗോഡ്സാക്ക്. ലാമി എന്ന് വായിക്കുന്നവരും ലാം എന്ന് വായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ലാമി ഗോഡ്സാക്ക് ആണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അല്ലേ. സോ അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. നോക്കാം. എ 16th century romance which was barely read in Belgium. അതാണ് പ്രശ്നം. എന്താണ് ഇത്? 16th century റൊമാൻസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പീരീഡിലാണ് അദ്ദേഹം ഇത് ഇറക്കിയിട്ടുള്ളത്. വിച്ച് വാസ് ബെയർലി റീഡ് ഇൻ ബെൽജിയം. പക്ഷെ ബെൽജിയക്കാർ ഇത് വളരെ കുറച്ചേ വായിച്ചുള്ളൂ. വളരെ റയറായിട്ട് കുറച്ച് പേര് എന്ത് ചെയ്തുള്ളൂ, ഒരുപാട് പേരൊന്നും എന്ത് ചെയ്തില്ല, ബെയറായിട്ടാണ് എന്ത് ചെയ്തത്, ബെൽജിയക്കാർ ഇത് എടുത്തത്. അവരിത് ഏറ്റെടുത്തത് വളരെ കഷ്ടമായി പോയി അല്ലേ. അവരിത് വലിയൊരു സംഭവമായിട്ടൊന്നും ഏറ്റെടുത്തില്ല. അവർ കുറച്ചേ ഇത് വായിച്ചിട്ടുള്ളൂ. ബിക്കോസ് കാരണം it did not meet up to the conventional standard of Belgian nationalism. നമ്മുടെ അന്നത്തെ കാലത്ത് ബെൽജിയം നാഷണലിസം നമുക്ക് ഓരോ ടൈമിൽ നമ്മുടെ ഓരോ കൾച്ചർ ആയിരിക്കും അല്ലേ. നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിലൊന്നും ഇപ്പം നമ്മളെ കൊണ്ട് ജീവിക്കുന്നത് പോലും ഓർക്കാൻ കഴിയില്ല. കാര്യം അല്ലേ, പണ്ടൊക്കെ ഇങ്ങനെ ലേഡീസൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, ഇപ്പോഴല്ലേ പിന്നീട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ. അപ്പം അന്നത്തെ കാലത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഈക്വാലിറ്റിയും ലേഡീസിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ അന്ന് എഴുതിയിരുന്നെങ്കിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേപോലെ അന്നത്തെ കാലത്ത് ബെൽജിയം നാഷണലിസം, അവരുടെ അന്നത്തെ ലിവിങ് സ്റ്റൈലും അവരുടെ അന്നത്തെ ആ ഒരു ബെൽജിയം എന്ന് പറയുന്ന ആ ഒരു കൺട്രിയുടെ ഒരു നാഷണലിസം, അവരുടെ ദേശീയതയും അവരുടെ മോറൽസിനും എന്തെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് മീറ്റപ്പ് ആയില്ല. അതുമായിട്ടൊരു അവരുടെ ഒരു ഇതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. അവരുടെ സംസ്കാരത്തിന് പറ്റിയിട്ടുള്ള ഒരു റൈറ്റിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇത് എന്ത് ചെയ്തു, പോയില്ല. ഓക്കെ, സോ അവർക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇറ്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ഓൾ ഓവർ ദ വേൾഡ്. അതാണ് പ്രശ്നം. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നേക്കാറുള്ള മക്കളെ, അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിന് വിലയൊന്നുമില്ലെങ്കിൽ അത് വേൾഡിൽ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങ് കത്തിക്കേറി അങ്ങ് ഫേമസ് ആയി. ഇത് വേറെ ലെവലിലോട്ട് അങ്ങ് പോപ്പുലാരിറ്റി കിട്ടി. ആളുകൾ അങ്ങ് വേൾഡ് ആയിട്ട് ഇത് അങ്ങ് വായിച്ചു. അതോടുകൂടി പിന്നെ ബെൽജിയംകാർക്കും വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, പോയാണ് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നീട് സ്വന്തം നാട്ടുകാർ അംഗീകരിക്കുന്നു പറയുന്ന പോലെ പിന്നീട് അത് എന്തായി മാറി, ബെൽജിയക്കാരൻ തന്നെ അത് വേറെ ലെവലിലോട്ട് അംഗീകരിച്ചു കേട്ടോ. അപ്പോൾ ബെൽജിയത്തിൽ വലിയത് പോരില്ലെങ്കിലും പുറത്തോട്ട് വന്ന ആ പോപ്പുലാരിറ്റി കാരണമാണ് ഇത് എന്തായി മാറിയത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ക്ലാസിക്സ് ഇൻ ബെൽജിയം ലിറ്ററേച്ചർ. ബെൽജിയം ലിറ്ററേച്ചറിലെ ക്ലാസിക് നോവൽസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ വർക്ക്സ് ഏതാന്നൊക്കെ നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടിൽ യുനെസ്ബീഗൽ ആൻഡ് ലാം ഗോഡ്സാക്ക് കിട്ടും. തുടക്കത്തിൽ അവിടെ വലിയ പ്രസക്തിയൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ റേഞ്ച് അങ്ങ് മാറിപ്പോയപ്പോഴാണ് അതെന്തായി മാറി, ബെൽജിയം ലിറ്ററേച്ചറിലെ ഒരു ക്ലാസിക് എന്നറിയപ്പെടുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വർക്ക്സ് ആണ്. നോക്കാം. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം, സ്റ്റോറിയിലോട്ട് കിടക്കാം അല്ലെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, വളരെ കേട്ടിരിക്കാൻ എന്താ പറയുക, കേട്ടങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു കഥയാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
till in the course of his wandering from court to court എന്താണ് rode to the palace of the Archduke of Battenberg on his donkey. നോക്കാം, ടിൽ ഇതാണ് നമ്മുടെ ഹീറോ. ടില്ലാണ് നമ്മുടെ ക്യാരക്ടർ, മെയിൻ ഹീറോ. ഈ സ്റ്റോറിയിലെ മെയിൻ ഹീറോ ആരാണ്? ടില്ലാണ് അല്ലെ. ആരാണ്? ടിൽ. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിംഗ്, കോഴ്സ് മീൻസ് ഇവിടെ പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ, ആ ഒരു സമയം. എന്തിന്റെ സമയമാണ്? ഓഫ് ഹിസ് വാണ്ടറിംഗ്. വാണ്ടറിംഗ് മീൻസ് എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എന്താണ് വാണ്ടറിംഗ് മീൻസ്? ഇങ്ങനെ അലഞ്ഞു നടക്കുക കേട്ടോ. ഇവിടെ നിന്നും അങ്ങോട്ട് കുറെ അലഞ്ഞു നടക്കും, ആ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലുള്ള കുറെ, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക കേട്ടോ. എങ്ങനെ? ഫ്രം കോർട്ട് ടു കോർട്ട്. വാട്ട് മീൻ ബൈ കോർട്ട്? കോർട്ട് ടു കോർട്ട് എന്താണ്? കോർട്ട് മീൻസ് ഹിയർ ദ പാലസ് ടു പാലസ് അല്ലെ. ഒരു കൊട്ടാരത്തിൽ നിന്ന് മറ്റൊരു കൊട്ടാരത്തിലേക്ക്, ഒരു പാലസിൽ നിന്ന് മറ്റൊരു പാലസിലേക്ക് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അലഞ്ഞിങ്ങനെ നടക്കുകയാണ്. റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോർ. റോഡ് മീൻസ് എന്താ? റോഡ് നമ്മുടെ റോഡല്ല കേട്ടോ, അത് റൈഡ്, സവാരി ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ? റൈഡ് ടു ദ പാലസ്. അദ്ദേഹം എങ്ങനെ റൈഡ് ചെയ്ത് എവിടെ എത്തിച്ചേർന്നു? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ പാലസിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓൺ ഹിസ് ഡോങ്കി. ആരുടെ പുറത്ത്? അദ്ദേഹത്തിന്റെ ഡോങ്കിയുടെ പുറത്താണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. ഹിസ് ക്ലോസ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. അതാണ് പ്രത്യേകത, വെറുതെ ഒന്നും വന്നതല്ല കേട്ടോ. എങ്ങനെയുണ്ട്? ഹിസ് ക്ലോസ്, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, ആൻഡ് അപ്പിയറൻസ്, അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ രൂപമൊക്കെ അട്രാക്റ്റഡ് ആയിരുന്നു, വളരെ ആകർഷകമുള്ളതായിരുന്നു. എവരി വൺസ് അറ്റൻഷൻ, മറ്റുള്ളവർക്കൊക്കെ വളരെ ആകർഷിക്കുന്ന രീതിക്ക്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിക്കുന്ന രീതിക്കുള്ളതായിരുന്നു. ഓക്കെ, അപ്പിയറൻസ് മീൻസ് എന്താണ്? രൂപം, അദ്ദേഹത്തിന്റെ വേഷം. അട്രാക്റ്റഡ് മീൻസ് ആകർഷകം കേട്ടോ. അറ്റൻഷൻസോ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുക. ഓക്കെ, ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി, വളരെ സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ഹിസ് ഹെഡ്, അദ്ദേഹത്തിന്റെ തലയിൽ ക്യാപ്പ് വളരെ സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്യാൻ, വളരെ സ്റ്റൈലായിട്ട് ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Smartly on his head, and the 3 bright feathers on it danced in the breeze as he ride. എങ്ങനെയാണ് മക്കളെ? ക്യാപ്പും എന്താ ഉള്ളത്? വെറും ക്യാപ്പല്ല. The 3 bright feathers, 3 നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്ന 3 തൂവലുകള് ആ എന്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്പിന്റെ മുകളിലുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അദ്ദേഹം ഇങ്ങനെ റൈഡ് ചെയ്ത് വരുമ്പോൾ ബ്രീസ് മീൻസ് കാറ്റിൽ ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു? അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ തൂവൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇളകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ. അതെന്താ ചെയ്യുന്നത്? അദ്ദേഹം റൈഡ് ചെയ്യുമ്പോൾ ആ ബ്രീസിൽ, ഇളം കാറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു മക്കളെ? ആ ഫെദേഴ്സ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കിട്ടിയല്ലോ? അദ്ദേഹത്തിന്റെ ആ വരവിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ദെൻ അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, പാലസിന്റെ മെയിൻ എൻട്രൻസിൽ, പാലസിന് വീണ്ടും വേറെ വേറെ എൻട്രൻസ് ഉണ്ടാവും, പക്ഷെ മെയിൻ എൻട്രൻസ് ടു ദ പാലസിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നോക്കാം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് അല്ലെ, അവിടെ കൊട്ടാരാകുമ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. അദ്ദേഹം ഉറക്കനെ വിളിക്കുകയാണ്. കോൾഡ് ഔട്ട് പറഞ്ഞാൽ എന്താ? കോൾഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് കേട്ടോ. കോൾഡ് ഔട്ട് മീൻസ് ഉറക്കെ വിളിച്ച് പറയാം. എങ്ങനെ? എന്താണ്? ടു ഹിം. ഹേ ദർ, എന്താണ്? ഹേ ദർ, യു ഫെലോ ഓൺ ദ ഡോങ്കി, യു ഫെലോ ഓൺ ദ, വളരെ ബഹുമാനമില്ലാതെ വിളിക്കുകയാണ് അല്ലെ. കഴുതപ്പുറത്തിരിക്കുന്ന മറ്റൊരു കഴുത എന്നൊക്കെ വിളിക്കാൻ പോലെയാണ് ആ വിളിച്ചത്. ഓക്കെ, യു ഫെലോ ഓൺ ദ ഡോങ്കി. ആ ഡോങ്കിയുടെ പുറത്ത് നിൽക്കുന്ന ഫെലോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബാഡ് ആയിട്ടുള്ള യൂസ് ആണ് കേട്ടോ. കഴുതപ്പുറത്തിരിക്കുന്ന കഴുത എന്നൊക്കെ പറയുന്ന പോലെ കഴുതപ്പുറത്തിരിക്കുന്ന ആള് ഫെലോ എന്നാണ് ആ വിളിച്ചത് കേട്ടോ. We don't allow any loafers here. We don't allow any loafers here. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാരെയും ഞങ്ങൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാറില്ല. അങ്ങനെ വിളിച്ച് പറഞ്ഞ്, എന്താണ് വിളിച്ച് പറഞ്ഞ്? വളരെ മോശമായിട്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരൊന്നും ഈ കൊട്ടാരത്തിലോട്ട് വരാൻ പറ്റില്ല, ഇങ്ങനെ ഇങ്ങോട്ട് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, പ്രവേശിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു. ലോഫേഴ്സ് മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അല്ലെ. നമ്മൾ ഈ ഭിക്ഷക്കാരികൾ എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അവർക്കാണ് ഈ ലോഫേഴ്സ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ദെൻ യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്കൾട്ടൻ. എങ്ങനെയാണ് അവർക്ക് ലോഫറായി തോന്നാൻ കാരണം? എന്തുകൊണ്ടാണ് ലോഫറായിട്ട് തോന്നിയത്? യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്കൾട്ടൻ. സ്കൾട്ടൻ മീൻസ് എന്താ? അസ്ഥികൂടം അല്ലെ. നീയും നിന്റെ ഡോങ്കിയും ഓൾറെഡി കാണാൻ എങ്ങനെയുള്ളത്? ഒരു അസ്ഥികൂടം പോലെ അല്ലെ, എല്ലും തോലുമായിട്ടുള്ള ശരീരം പോലെ നിൽക്കുന്ന നീയും നിന്റെ ഡോങ്കിയൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യാറില്ല, ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാറില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഓക്കെ, then second paragraph.
ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് എ ടോൾ. ഇനി നമുക്ക് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിന്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയാണ്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് ടോൾ. നല്ല ഹൈറ്റ് ഉള്ള ഒരാളായിരുന്നു, നല്ല നീളമുള്ള ആളായിരുന്നു കേട്ടോ ക്യാപ്റ്റൻ. വെൽ ബിൽഡ്. വെൽ ബിൽഡ് പറഞ്ഞാൽ എന്താ? വെൽ ബിൽഡ് ഒരു യൂസ് ആണ്. നല്ല അടിപൊളിയായിട്ടൊക്കെ പണിതിട്ടുള്ള കെട്ടിടത്തിനൊക്കെ നമ്മൾ എന്ത് പറയും? വെൽ ബിൽഡ് ആണെന്ന് പറയും. പക്ഷെ ഇവിടെ അതല്ല. വെൽ ബിൽഡ് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാൻ, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, അതിനാണ് വെൽ ബിൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ റെഡ് ഹെയർഡ് ഓഫ് മാൻ. റെഡ് ഹെയർഡ് ആണ് കേട്ടോ. ദെൻ റെഡ് ഹെയർഡ് ഓഫ് മാൻ എബൌട്ട് 25. അദ്ദേഹത്തിന് എത്ര? ഏകദേശം അദ്ദേഹത്തിന് 25 വയസ്സുള്ള ഒരു റെഡ് ഹെയർ ഒക്കെ ഉള്ള നല്ല ആരോഗ്യവും നീളമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ്. ഹാൻസം ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഹാൻസംലി ഡ്രസ്സ് ചെയ്ത. ഹാൻസം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഭംഗിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് അല്ലേ? ക്യാപ്റ്റൻ അല്ലേ, അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ഡ്രസ്സായിരിക്കും അല്ലേ? അപ്പൊ ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ഇസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അത് പണ്ടത്തെ കാലം, ഇപ്പൊ നമ്മള് ഗോൾഡ് ബ്രൈഡ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സ്വർണത്തിന്റെ നൂലുകൊണ്ടൊക്കെ ആയിരിക്കും. ഐ മീൻ ഗോൾഡ് നൂലൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെ പട്ടുനൂലൊക്കെ. പക്ഷെ പണ്ടത്തെ കാലത്ത് ഗോൾഡ് ബ്രൈഡ് എന്ന് പറഞ്ഞാല് ക്യാപ്റ്റന്മാരുടെയൊക്കെ കോട്ടുമലൊക്കെ അങ്ങനത്തെ ഡ്രസ്സുമലൊക്കെ ചിലപ്പം സ്വർണത്തിന്റെ അങ്ങനത്തെ നൂലുകളൊക്കെ വെച്ചിട്ടുള്ള യൂണിഫോം ആയിരിക്കും. കൊട്ടാരം പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അല്ലേ, അവരുടെ ക്യാപ്റ്റൻസിനൊക്കെ ആകുമ്പോൾ ഗോൾഡ് ബ്രൈഡഡ് ഉണ്ടാവും, ഈ ഭംഗിയായിട്ട് സ്വർണം കൊണ്ടൊക്കെ അലങ്കരിച്ച യൂണിഫോം. ഓക്കെ. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. ടിൽ എന്ത് ചെയ്തു? ടിൽ നമ്മുടെ ആൾക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ടിൽ എന്ത് ചെയ്തു മക്കളെ? വളരെ കൂളായിട്ട് എന്ത് ചെയ്തു? അയാളെ നോക്കി. ഓക്കെ. ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ്. ഡിസ്മൗണ്ടഡ് മീൻസ് എന്താണ്? ഇറങ്ങുകയാണ് കേട്ടോ. ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഡോങ്കിയുടെ പുറത്ത് നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളെ ക്യാപ്റ്റനെ കുറിച്ച് കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്തു? ടിൽ വളരെ കൂളായിട്ട് നോക്കിയിട്ട് ഡോങ്കിയുടെ പുറത്തു നിന്ന് ഇറങ്ങി. നോക്കാം ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഹി ബോവ്ഡ് ലോ ആൻഡ് സെഡ്. വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ് നമ്മുടെ ടില്. അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ബോ ചെയ്തു അല്ലെ, ഇങ്ങനെ കുനിഞ്ഞിട്ടൊന്ന് വഴങ്ങി. അല്ലോ എന്നിട്ട് കുനിഞ്ഞ് വഴങ്ങിയിട്ട് എന്ത് പറയാണ്? മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർ ക്യാപ്റ്റൻ, ബഹുമാനത്തോടു കൂടി വിളിക്കുകയാണ് സർ ക്യാപ്റ്റൻ അല്ലെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കൾട്ടൻ, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കൾട്ടൻ, എന്നെ കാണാൻ അസ്ഥികൂടം പോലെ ഉണ്ടെങ്കിൽ, എന്നെ കാണാൻ അസ്ഥികൂടം പോലെ ആണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അതെന്റെ തെറ്റല്ല. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അതെന്തല്ല? അതെന്റെ തെറ്റല്ല. ഐ എം വെരി ഹംഗ്രി. എന്താണ്? ഐ എം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓക്കെ. എന്താണ്? ഹംഗ്രി മീൻസ് വിശപ്പ്. ഓക്കെ. ദെൻ ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. ഞാൻ ഇവിടെ വരാൻ കാരണം ഞാൻ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടല്ല കേട്ടോ. ചില ആളുകളുടെ സാഹചര്യം കാരണങ്ങളൊക്കെ ഞാൻ സ്വയം നിർബന്ധിക്കപ്പെട്ടിട്ട് വന്നതാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് വന്നു എന്നാണ് ആ പറയുന്നത് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ്ഡ് ടു, ഞാൻ നിർബന്ധിക്കപ്പെട്ടിട്ടാണ് വന്നത്. ഇഫ് യു വിൽ ബി so good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. എന്താ അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു ലോങ് വേർഡ് അല്ലേ, ലോങ് സെന്റൻസ്. നോക്കാം എന്താണ് ഈ ലോങ് സെന്റൻസിന്റെ മീനിങ് നോക്കാം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. If you will be so good as to give me a piece of the gold cord. എന്താണ്? നിങ്ങൾക്ക് എന്ത് ഒരു മനസ്സുണ്ടെങ്കിൽ give me a piece of gold cord. അദ്ദേഹത്തിന്റെ അവിടെ നൂലിന്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ, സ്വർണത്തിന്റെ ചരട് കൊണ്ടൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ഡ്രസ്സ്. അതിൽ നിന്നും ഒരു ഗോൾഡ് കോർ. എന്താണ് ഗോൾഡ് കോർ? ഒരു നൂല്, സ്വർണത്തിന്റെ ഒരു നൂല് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ, എന്താണ്? ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, നിങ്ങളുടെ കോട്ടുമേ ധരിച്ചിട്ടുള്ള ഒരു സ്വർണത്തിന്റെ നൂല് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ, ഐ വിൽ ഗോ, ഞാൻ പോകും. ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചേഴ്സ് ഷോപ്പ്. ബച്ചേഴ്സ് ഷോപ്പ് മീൻസ് എന്താണ്? ബുച്ചേഴ്സ് ഷോപ്പ് എന്നാണ് പറയുക അല്ലെ. ബുച്ചേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കശാപ്പ് ശാല കേട്ടോ. നമ്മള് ബീഫും മട്ടനൊക്കെ കട്ട് ചെയ്യുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അതാണ് കശാപ്പുശാല. അപ്പൊ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന, ഹാങ്ങിങ് മീൻസ് എന്താണ്? ഹാങ്ങിങ് മീൻസ് തൂക്കിയിട്ടിരിക്കുന്ന ലെഗ് ഓഫ് മട്ടൺ, ലാർജ് ലെഗ് ഓഫ് മട്ടൺ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ പല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യും? കടിക്കും. അത് മീൻസ് ഞാനത് വാങ്ങിയിട്ട് കഴിക്കും എന്നാണ് പറഞ്ഞത്. എന്താണ്? സ്വർണത്തിന്റെ ആ ഒരു നൂല് തരികയാണെങ്കിൽ അവിടെ കാണുന്ന ബച്ചർ ഷോപ്പിൽ കണ്ടിട്ടുള്ള, ഞാൻ പോന്നപ്പോൾ കണ്ട ലാർജ് ലെഗ് മട്ടൺ പീസ് വാങ്ങിയിട്ട് ഞാൻ കഴിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ. ദെൻ
The captain was playing a game of chess with another officer. ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ്, ഒരാളുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു ഓഫീസറുമായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരായാലും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട്, കൗതുകം എന്ന് പറയട്ടോ, ക്യൂരിയസ്ലി മീൻസ് കൗതുകത്തോട് കൂടി കേട്ടോ, വളരെ ക്യൂരിയസ് ആയിട്ട് അദ്ദേഹം ടില്ലിനൊന്ന് നോക്കണേ, എന്ത് ഇയാൾ ഈ പറയുന്നതെന്നായിരിക്കും അല്ലേ. വേർ ഡു യു കം ഫ്രം എന്നിട്ട് ചോദിക്കുകയാണ്, വേർ ഡു യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ടില്ലിനോട് ചോദിക്കുകയാണ്. ഹി ആസ്ക്ഡ്. അപ്പോൾ ടില്ല് പറയാണ് ഫ്രം ഫ്ലാൻഡേഴ്സ്. എവിടെ നിന്നാണ്? ഫ്രം ഫ്ലാൻഡേഴ്സ്, ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് കേട്ടോ. ആൻഡ് നെയിം ഓഫ് എ പ്ലേസ് കേട്ടോ. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ആട്ടോ, സ്ഥലത്തിന്റെ പേരാണ്. റിപ്ലൈ ടില്ല് മറുപടി കൊടുത്തു. വാട്ട് യു വാണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് the archduke one of my paintings. I'm painter. Highness means എന്താ പറയുക, ബഹുമാനപ്പെട്ട, ഐ മീൻ നമ്മുടെ ബഹുമാനപ്പെട്ടല്ല, നമ്മൾ രാജാക്കന്മാരെയൊക്കെ നമ്മൾ പ്രഭുവിനെയും രാജാക്കന്മാരെയൊക്കെ നമ്മൾ ബഹുമാനത്തോട് കൂടിയിട്ട് അഭിസംബോധന ചെയ്യാറ് ഹൈനസ് എന്നാണ്. രാജാക്കന്മാരെയൊക്കെ മുമ്പിൽ നമ്മൾ ബഹുമാനപ്പെട്ട രാജാവ് എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ കാണിക്കാൻ നമ്മൾ ഹൈനസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ടൂക്ക്. എനിക്ക് നിങ്ങളുടെ ആർച്ച് ടൂക്കിന് എന്ത് കാണിച്ചു കൊടുക്കണം? വൺ ഓഫ് മൈ പെയിന്റിങ്സ്, എൻ്റെ ഒരു പെയിന്റിങ് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഐ എം എ പെയിന്റർ, ഞാനൊരു പെയിന്ററാണ്, അതിനാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കാം. Then, well, okay, if you are a painter and if you come from Flanders, you may come in. ഇത് പറഞ്ഞുകൊണ്ടുകൂടി ആളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. ക്യാപ്റ്റൻ പറയണേ, ഇഫ് യു ആർ എ പെയിന്റർ, നിങ്ങളൊരു പെയിന്റർ ആണെങ്കിൽ, ആൻഡ് ഇഫ് യു കമ്മിങ് ഫ്രം ഫ്ലാൻഡേഴ്സ്, നിങ്ങളൊരു പെയിന്റർ ആണ്, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നും വരികയാണ് എന്നുണ്ടെങ്കിൽ, യു മേ കം ഇൻ, നിങ്ങൾ ഉള്ളിലോട്ട് കയറിക്കൊള്ളു. കാരണം ഫ്ലാൻഡേഴ്സിലെ പെയിന്റേഴ്സിന് അന്ന് ഭയങ്കര ഡിമാൻഡാണ്. ബെൽജിയത്തിലെ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന നാട്ടിലുള്ള പെയിന്റേഴ്സിന് അന്ന് ഭയങ്കര ഡിമാൻഡ്. അവർ വേറെ ലെവൽ പെയിന്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അതിലൊരാളാണ്, അവിടെ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്തു, ആളുടെ ക്യാരക്ടറൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, വരാൻ പറഞ്ഞു. said the captain, somewhat impressed. Okay, you may come in, said the captain, somewhat impressed. വളരെ ഇംപ്രസ് ആയില്ലേ, വളരെ എന്ത് ചെയ്തു, മതിപ്പായില്ലേ അദ്ദേഹത്തിന്. അത് ഫ്ലാൻഡേഴ്സ് എന്ന് വന്നാണെന്ന് പറഞ്ഞ് വളരെ ഇംപ്രസ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഉള്ളിലോട്ട് ക്ഷണിച്ചു അല്ലേ. The captain knew that. ക്യാപ്റ്റൻ അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? The Flemish painters. ഫ്ലെമിഷ് പറഞ്ഞാൽ എന്താ? ഈ ഫ്ലാൻഡേഴ്സിലുള്ള പെയിന്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്ലെമിഷ് എന്ന് കേട്ടോ. ഫ്ലാൻഡേഴ്സിലുള്ള പെയിന്റേഴ്സിനെയാണ് ഫ്ലെമിഷ് പെയിന്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം Flemish painters and their pictures were in great demand all over Europe. യൂറോപ്പിൽ മുഴുവൻ എന്തുണ്ടായിരുന്നു? ഈ ഫ്ലെമിഷ് പെയിന്റേഴ്സിന്റെ പെയിന്റിങ്ങിന് ഭയങ്കര ഡിമാൻഡാണ്, അവിടുത്തെ ആർട്ടിസ്റ്റിന് ഭയങ്കര ഡിമാൻഡാണെന്ന് ക്യാപ്റ്റൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ സ്വഭാവം മാറ്റിയിട്ട് ഫ്ലാൻഡേഴ്സ് എന്ന് വന്നതാണെങ്കിൽ വേഗം അങ്ങോട്ട് കയറി വന്ന് ക്യാപ്റ്റൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ടിൽ വാസ് പ്രസന്റ് ടു ദ ആർച്ച്ഡ്യൂക്ക്. ടില്ലിന് എന്ത് ചെയ്തു? രാജാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. രാജാവിന്റെ മുമ്പിൽ എത്തിച്ചു അല്ലെ. എന്നിട്ട് ഹി സല്യൂട്ടഡ് ദ ആർച്ച്ഡ്യൂക്ക് 3 times. വെറും ആളല്ല കേട്ടോ നമ്മുടെ ടില്ല് ഒരു വേറെ ലെവലിൽ ഒരു ഓവർ ബഹുമാനവും ഓവർ റെസ്പെക്റ്റും ഒക്കെ കാണിച്ചിട്ട് ആളുകളെ കയ്യിലെടുക്കുക അല്ലേ. അതുപോലെ സംസാരിച്ചും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവരുടെ കൈയെടുക്കാനൊരു കഴിവുണ്ട് നമ്മുടെ ടില്ല് ഒരു സല്യൂട്ടുമ്പിലൊന്നും ടില്ല് നിർത്തിയിട്ടില്ല. ഈ സല്യൂട്ടഡ് ആർച്ച്ഡ്യൂക്ക് 3 times ആണ്, 3 തവണ അദ്ദേഹം ചെയ്തു, രാജാവിന് സല്യൂട്ട് ചെയ്തു. എന്നിട്ടോ ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബോവ്ഡ്. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ താത്തി തന്നെ നിന്നു കേട്ടോ. ഇങ്ങനെ തല ബോവ് ചെയ്ത് വണങ്ങി നിന്നു, ഹെഡ് ബോവ് ചെയ്ത് വണങ്ങി നിന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? മേ യുവർ ഹൈനസ് അല്ലെ, ബഹുമാനത്തോട് കൂടിയിട്ടാട്ടോ. മേ യുവർ ഹൈനസ് പാർഡൺ മീ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എന്തിന്? For my rashness in thinking that one of my paintings will please your highness. Okay, റാഷ്നസ് മീൻസ് എന്താ? അവിവേകം അല്ലെ, പാടില്ലാത്തത് എന്തോ ചിന്തിച്ചു അല്ലെ, ആ ഒരു അവിവേകത്തിന്. ബാഡൻ മീ ഫോർ മൈ റാഷ്നസ് ഓഫ് തിങ്കിങ്, എൻ്റെ തെറ്റായ അവിവേകപൂർവമായിട്ടുള്ള എൻ്റെ ചിന്തയ്ക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. എന്തായിരുന്നു ആ ചിന്ത? ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ് വിൽ പ്ലീസ് യുവർ ഹൈനസ്, എൻ്റെ ഈ ഒരു പെയിന്റിങ് നിങ്ങളെ വളരെ സന്തോഷപ്പെടുത്തുമെന്നുള്ള എൻ്റെ ആ ഒരു ചിന്തയ്ക്ക് നിങ്ങൾ എനിക്ക് എന്ത് തരണം? മാപ്പ് തരണം, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി. എന്താണ്? ഞാനൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ? ഒരു ലേഡിയുടെ, എ വെർജിൻ. എന്താണ്? ഒരു മാലാഖയുടെ അല്ലെ, ഒരു മാലാഖയുടെ, ഒരു കന്യകയുടെ. വെർജിൻ മീൻസ് എന്താണ് മക്കളെ? കന്യക. ഓക്കെ,
ഒരു കന്യകയുടെ ഒരു മാലാഖയുടെ പിക്ചർ ഇൻ ഹർ റോയൽ റോബ്സ് അല്ലെ. അവളുടെ ആ റോയൽ റോബ്സ് പറഞ്ഞാൽ എന്താണ്, ആ കന്യക അവിടെ രാജകീയമായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു പിക്ചറാണ് എന്തുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നതിൽ എനിക്ക് എന്ത് തന്നെ ഒരു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം അല്ലേ. ഇങ്ങനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ സുഖിപ്പിക്കുകയാണ് കേട്ടോ. ഐ ഹാവ് പെയിന്റഡ് ഇറ്റ് സ്പെഷ്യലി, എന്താണ് ഇത് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് പെയിന്റ് ചെയ്തതാണ് അല്ലേ, സ്പെഷ്യലായിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. എങ്ങനെ, സോ ദാറ്റ്, അതുകൊണ്ട് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. എങ്ങനെയാണ്, സോ ഞാനിത് വളരെ സ്പെഷ്യലായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ നോബിൾ ഫീറ്റ്, നിങ്ങളുടെ രാജകീയമായിട്ടുള്ള ആ പാദങ്ങൾ, ആ പരിശുദ്ധ കാൽപാദങ്ങൾക്ക് താഴെ ഞാനിത് എന്ത് ചെയ്യാണ്, വെക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അധികം ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് പറയാണ് കേട്ടോ. ടിൽ പോസ്ഡ്, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 2 മിനിറ്റ് അങ്ങ് പോസായി. ഈ പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ താന്നു നിന്നു. എന്നിട്ടോ എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിക്കിൻ, എന്ത് ചെയ്തു, കുറച്ച് സമയം, സിക്കിൻ മീൻസ് ഒന്ന് മുങ്ങുക എന്നർത്ഥത്തിലാണെങ്കിൽ പോലും 2 മിനിറ്റ് അദ്ദേഹത്തിന്റെ വേർഡ് ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ 2 മിനിറ്റ് ഒന്ന് വീങ്ങിയിട്ട് ശേഷം ഒന്ന് പോസായിട്ട് നിന്നു. ദെൻ ഹി കണ്ടിന്യൂ, ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. എന്താണ്, യു മസ്റ്റ് ഫോർഗീവ് മീ, യു മസ്റ്റ് ഫോർഗീവ് മീ, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ക്ഷമിക്കണം. യുവർ ഹൈനസ്, യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ്, ഇഫ് ഐ ഹാവ് ഡെയർ ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. വീണ്ടും പറയാണ് കേട്ടോ, എന്ത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് പൊറുക്കണം. എന്തിന്, ഐ ഹാവ് ഡെയർ ടു ഹോപ്പ്, ഞാൻ ധൈര്യം കാണിച്ചത്, എന്ത് ധൈര്യം കാണിച്ചത്, ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, എൻ്റെ ഈ ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ കാണിച്ചല്ലോ, ആ ധൈര്യത്തിന് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം, ക്ഷമിക്കണം. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ, ഒരു പക്ഷേ യുവർ ഹൈനസ് മീൻസ് നിങ്ങളുടെ ആ ഹൈനസ് മീൻസ് നിങ്ങളുടെ ആ ഉദാരമനസ്കത എന്നാണ് കേട്ടോ. മൈറ്റ് വിഷ് ടു ഓഫർ മീ, എനിക്ക് ഓഫർ തരികയാണ്. എന്ത് ഓഫർ തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിന്റർ, കോട്ട് പെയിന്ററുടെ ആ ചെയർ നിങ്ങൾ എനിക്ക് തരുമെന്ന്, ഹു ഡൈഡ് റീസെൻ്റ്ലി, ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചിട്ടുള്ള കോട്ട് പെയിന്ററുടെ ചെയർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുക അല്ലെ. ഇതിനൊക്കെ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാണ് കേട്ടോ. Your Highness might wish to offer me the chair of your court painter who died recently. Okay. റീസെന്റ് ആയിട്ട് മരിച്ചിട്ടുള്ള ആ കോട്ട് പെയിന്ററുടെ ചെയർ നിങ്ങൾക്ക് എനിക്ക് തരുമെന്ന് ഞാൻ ആഗ്രഹിച്ചതിനും എന്ത് ചെയ്യാണ് മക്കളെ, ഈ ഫോർഗീവ് ചോദിക്കുന്നത്. ദെൻ ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫില്ലഡ്, ഞാൻ കാണുന്നുണ്ട് എന്ത്, എംപ്റ്റി മീൻസ് എന്താ, ശൂന്യം അല്ലെ, ശൂന്യമായിട്ടുള്ള ആ വെൽവെറ്റ് കളറിലുള്ള ആ ചെയർ വെയിറ്റിംഗ് ടു ബി ഫില്ലഡ്, അതിങ്ങനെ ഫില്ലാകാൻ വേണ്ടി ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ അല്ലെ, ആ ചെയർ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലെ. The Virgin's pictures was splendid painting അല്ലെ, ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മേഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വാൻസ് അല്ലെ. ആ കന്യകയുടെ ആ പിക്ചർ എന്താണ്, സ്പ്ലെൻഡിഡ് ആയിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള പെയിന്റിങ് ആയിരുന്നു, സ്പ്ലെൻഡിഡ് പെയിന്റിങ് ആയിരുന്നു. ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മേഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വാൻസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ ആർച്ച് ഡ്യൂക്കിന്റെ മനസ്സ് അതങ്ങ് കീഴടക്കി ആ പിക്ചർ കേട്ടോ. ഹി എംബ്രൈസ്ഡ്, അദ്ദേഹം എന്ത് ചെയ്തു, എംബ്രൈസ് ചെയ്തു അല്ലെ, ടില്ലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്, അദ്ദേഹത്തിന്റെ ഓരോ ചീക്കിലും എന്ത് ചെയ്തു, എംബ്രൈസ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു, കിസ് ചെയ്തു കേട്ടോ. ഹി സെഡ്, എന്നിട്ട് പറയാണ്, എന്നിട്ട് എന്ത് പറയാണ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിന്റർ, എന്താണ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിന്റർ, ഈ കോട്ടിന്റെ പെയിന്റർ, കോട്ട് പെയിന്റർ ആവാൻ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാണ്, ആഗ്രഹിക്കുന്നു, എന്നെ കോട്ട് പെയിന്റർ ആക്കാൻ, ആ സ്ഥാനത്തോട്ട് ആക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്, നേരെ അപ്പം തന്നെ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ ആ ചെയറിലോട്ട് കൊണ്ടുപോയി അവിടെ എന്ത് ചെയ്തു, ടില്ലിനെ ആ ചെയറിൽ അങ്ങോട്ട് ഇരുത്തി അല്ലേ. വെൽ മൈ ഡിയർ ഫെലോ, ഇത് ഈ ഫെലോ എന്ന് പറഞ്ഞത് മോശമായിട്ടല്ല കേട്ടോ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമല്ലോ അല്ലെ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കാം കേട്ടോ. മൈ ഡിയർ ഫെലോ, ഹി സെഡ്
യു ഡു ഹാവ് എ ടെങ് ഇൻ യുവർ ഹെഡ്. അതാണ് മെയിൻ പോയിന്റ് അല്ലേ. എന്താണ് യു ഡു ഹാവ് എ ടെങ് ഇൻ യുവർ ഹെഡ്. തലയിലൊരു നാവുണ്ട്. എന്താ തലയിലൊരു നാവുണ്ട്? നമ്മുടെ ടില്ലിന്റെ സംസാരം അങ്ങനത്തെ സംസാരമല്ലായിരുന്നോ മക്കളെ? സോ ടില്ലിനോട് പറയാണ് നിന്റെ തലയിലാണ് നിന്റെ നാവിരിക്കുന്നത്. ആൻഡ് യു certainly നിങ്ങൾ എന്ത് നീ ഉറപ്പായും seem to know how to use it. എന്താണ് ആ തലയിൽ കിടക്കുന്ന നാവ് ഉറപ്പായിട്ടും കറക്റ്റായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ. നീ എന്താണ് വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള സംസാരപ്രിയനായിട്ടുള്ള ഒരാളാണ്. ആറിൻറ്റ് യു അല്ലേ? ലാസ്റ്റ് ചോദിക്കണം അല്ലേ? ചോദിക്കണം അല്ലേ? കണ്ടോ യു ആറിൻറ്റ് യു ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ മക്കളെ. അതൊക്കെ അതോടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് പറയുന്നത്? നിന്റെ ഹെഡിലൊരു തെങ്ങുണ്ട്, അത് നിനക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം, ഉറപ്പായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് നിനക്കറിയാം. എന്താണ് നീ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെന്ത് ചെയ്യാണ് രാജാവ് പറയാണ്. യുവർ ഹൈനസ് ഇനി എന്ത് ചെയ്യാണ്? അപ്പൊ പറയാണ് രാജാവ് ഇങ്ങനെ ഇത്രയൊക്കെ പറയുമ്പോ നമ്മുടെ ടില്ല് പറയാണ് യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി. നിങ്ങളെ എന്നെയും എൻ്റെ ഡോങ്കിയെയും ഓർക്കുന്നതിൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നു. റിമെമ്പർ മീൻസ് എന്താണ്? ഓർക്കുക അല്ലെ? എന്നെയും എൻ്റെ ഡോങ്കിയും മൈ ഡോങ്കി ചെഫ് കേട്ടോ, ചെഫാണ് ഡോങ്കിയുടെ പേര്. എന്നെയും എൻ്റെ ഡോങ്കിയെയും നിങ്ങൾ ഓർക്കുന്നതിൽ ഞാൻ എന്താണ് സന്തോഷവാനായിരിക്കുന്നു മൈ ഹൈനസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫോർ ജസ്റ്റ് 1 more minute അല്ലെ? ഫോർ ജസ്റ്റ് 1 more minute അല്ല, 1 more മിനിറ്റിലും നിങ്ങൾ എന്നെയും എൻ്റെ ഡോങ്കിയെ നിങ്ങൾ ഓർക്കുന്നതിൽ ഞാൻ എന്താണ് സന്തോഷവാനായിരിക്കുന്നു. ടിൽ റിപ്ലൈഡ് മൈ ഡോങ്കി എന്താണ്? ടിൽ പറയാണ് വീണ്ടും മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് വെരി വെൽ all along the way on the thorns in the hedges and the grass on the roads. എന്നിട്ട് പറയാണ് മൈ ഡോങ്കി എൻ്റെ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് മീൻസ് എന്താണ് മക്കളെ? ഭക്ഷണം കഴിച്ചിരുന്നു. എങ്ങനെ? ഹിംസെൽഫ് സ്വയം. എങ്ങനെ? ഫെയറി വെൽ അലോങ്. എന്താണ് ഫെയറി വെൽ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ് എന്ന് പറയുന്നത് അല്ലെ? വരുന്ന എല്ലാ വഴിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭക്ഷണം ഓൺ ദ വേയിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? തോൺസ് ആണ്, മുള്ളുകൾ. ഓൺ ദ ഹെഡ്ജസ് പറഞ്ഞാൽ എന്താ? വേലി കേട്ടോ. വേലിമേലൊക്കെ നമ്മളിങ്ങനെ ഡോങ്കിയുടെ പുറത്ത് ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ കൂടെയൊക്കെയുള്ള വേലിമേലൊക്കെയുള്ള മുള്ളുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് ഡോങ്കി എന്തായാലും അത്യാവശ്യം നല്ലോണം ഭക്ഷണമൊക്കെ വരുന്ന വഴിയിലൂടെയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ആൻഡ് ദ ഗ്രാസസ് ഓൺ ദ റോഡ് സൈഡിലുള്ള ഗ്രാസുകളും അല്ലെ? ഗ്രാസുകളും പറഞ്ഞാൽ പുല്ലുകളും കേട്ടോ. റോഡ് സൈഡിലുള്ള പുല്ലുകളും വേലിമേലുള്ള തോൺസുകളൊക്കെ കഴിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എൻ്റെ ഡോങ്കി വന്നിട്ടുള്ളത്. But I have had nothing to eat for the past 3 days. പക്ഷേ ഡോങ്കി കഴിച്ചു, പക്ഷേ I have had nothing to eat for past 3 days. പക്ഷെ കഴിഞ്ഞു പോയ 3 ദിവസങ്ങളിലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ. മൈ സ്റ്റൊമക്ക് എൻ്റെ വയറ് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയറ് വളരെ ശബ്ദത്തിൽ കംപ്ലൈന്റ് പറയുന്നുണ്ട്. കംപ്ലൈന്റ് പറഞ്ഞാൽ എന്താ മക്കളെ? കംപ്ലൈന്റ് പറയാം അല്ലേ? എന്താ പറയുക? കംപ്ലൈന്റ് പറയില്ല, നമ്മൾ പ്രശ്നങ്ങളൊക്കെ കംപ്ലൈന്റ് ചെയ്യില്ല അതുപോലെ. പക്ഷെ ഇവിടെ കംപ്ലൈന്റ് പറയാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വയറ് കംപ്ലൈന്റ് പറഞ്ഞാൽ വിശപ്പ് കാരണം വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ സൗണ്ടുകൾ വരും അല്ലേ? വിശന്നിട്ട് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ കേട്ടോ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് കംപ്ലൈനിങ് വെരി ലൗഡ്ലി. ആ സൗണ്ട് വളരെ ഉറക്കെ കേൾക്കുന്നുണ്ട് എന്ന് കേട്ടോ. പെർഹാപ്സ് ഒരു പക്ഷേ യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഹൈനസ് മീൻസ് എന്താ ഇപ്പോൾ ആർച്ച് ടൂക്കിന് വരെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ക്യാൻ ഈവൻ ഹിയർ ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് കേൾക്കുന്നുണ്ടാവും. അത്രക്ക് കളകളാന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദമാണ് കേട്ടോ വയറിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. വിശന്നിട്ടാണ് കേട്ടോ. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം? ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ്. ഞാൻ സ്വയം ഭക്ഷണം കഴിച്ചിരുന്നു. എങ്ങനെ? വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ അല്ലേ? ഡയറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ നല്ല ഫുഡുകളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കഴിക്കുക. അത് എങ്ങനെ? ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. നിങ്ങളുടെ റോയൽ ടേബിളിന്മേ, രാജകീയമായിട്ടുള്ള ആ ടേബിളിന്മേ, രാജകീയമായിട്ടുള്ള ആ മേശയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഞാൻ സ്വപ്നത്തിലൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ?
ദ ആർച്ച്ഡ്യൂക്ക് സ്മൈൽഡ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ചിരിക്കും അല്ലേ? അത്രയുള്ള ആർച്ച്ഡ്യൂക്കും ചെയ്ത്. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ നിങ്ങൾ? വിശപ്പുണ്ടെന്ന് പറയാൻ അദ്ദേഹം ഒപ്പിച്ച് എത്ര വാക്കുകൾ ഒപ്പിച്ചു അല്ലേ? പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്ക് സ്മൈൽഡ്. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ചിരിച്ചു. And said, എന്നിട്ട് പറഞ്ഞു, well my dear fellow, you will certainly have something more solid than dreams to feed on. Okay, തീർച്ചയായിട്ടും, certainly, തീർച്ചയായും, ഉറപ്പായിട്ടും, have something more solid. നീ സോളിഡ് താൻ പറഞ്ഞാ നീ കണ്ടതിനേക്കാൾ, നീ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ കനത്തിൽ, ഐ മീൻ സ്വപ്നത്തിൽ കണ്ടതിന് കനം ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ ഡ്രീംസ് ആണല്ലോ അല്ലേ? അപ്പം നീ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ കനത്തിൽ, അതിലും ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും നിനക്ക് എന്ത് ചെയ്യും? ഫുഡ് തരും. ടു ഫീഡ് അല്ലേ? തീർച്ചയായിട്ടും നിനക്ക് എന്ത് ചെയ്യും? നീ സ്വപ്നത്തിൽ കണ്ടതിനാൽ കൂടുതൽ കനത്തിലുള്ള ഫുഡ് എന്ത് ചെയ്യും? ഫീഡ് ചെയ്യും, ഫുഡ് തരും. ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി? പക്ഷെ നിന്റെ ഡോങ്കി എവിടെ? വെർ ഇസ് യുവർ ഡോങ്കി? നിന്റെ ഡോങ്കി എവിടെയാണ്? അപ്പൊ അദ്ദേഹം പറയാണ്, ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. പാലസിന്റെ ഓപ്പോസിറ്റ്, നേരെ എതിര്, പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ലെഫ്റ്റ് ഹിം, അവനെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. I shall be most grateful if chef is looked after. Looked after means നമ്മൾ നോക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പം ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഞാൻ സന്തോഷവാനാവും എന്ത് ചെയ്താൽ? ഇഫ് ചെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. എൻ്റെ ചെഫിനെയും കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അവനെയും കൂടെ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ, അവനും കൂടെ നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അവനെയും കൂടെ നോക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരാളെയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ അവനെയും കൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ സന്തോഷവാനാവും. ഓക്കെ. He needs a little fodder and lodging at night, said Till. Fodder means എന്താണ്? ഈ കഴുതുകളൊക്കെ കഴിക്കുന്ന വൈക്കോലുണ്ടല്ലോ, അവരുടെ പുല്ലാട്ടോ. He needs a little fodder. അവൻ രാത്രി കുറച്ച് ഫുഡും കുറച്ച് ലോഡിങ് അറ്റ് നൈറ്റിൽ, കുറച്ച് ലോഡ്ജിങ്ങും ഫുഡുകളൊക്കെ നൈറ്റിൽ അവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. അത്രയേ ഉള്ളൂ അല്ലേ? Then Archduke immediately ordered the donkey to be taken careful, and he added, treat it like one of my own animals. Archduke അല്ലേ, വേറെ വർത്താനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. എന്തിന്? ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് ഓർഡർ കൊടുക്കാണ്. ഡോങ്കി ടു ബി ടേക്കൻ കെയർ ഓഫ്, ആൻഡ് ഹി ആഡഡ്. ആ ഡോങ്കി എന്ത് ചെയ്യാണ്? ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി, ഡോങ്കിയെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ഓർഡർ കൊടുത്തു. അതിന് കൂടെ അദ്ദേഹം എന്തുകൂടെ പറഞ്ഞു? ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ അനിമൽസ്. രാജകൊട്ടാരത്തിൽ ഒരുപാട് അനിമൽസ് ഉണ്ടാവുമല്ലോ അല്ലെ? അതുപോലെ എൻ്റെ ഒരു അനിമൽസിനെ നോക്കുന്ന പോലെ വേണം ആ ഡോങ്കിയെ നോക്കാൻ എന്ത് ചെയ്തു? രാജാവ് ഓർഡർ കൊടുത്തു അല്ലെ? നല്ലൊരു രാജാവാണ് അല്ലേ? നോക്കാം. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് അല്ലേ? കുറച്ച് ടൈം ബിഫോർ ലോങ് ടൈം സപ്പർ വാസ് സെർവ്ഡ്. എന്ത് ചെയ്തു? ഫുഡ്. സപ്പർ മീൻസ് എന്താ? നൈറ്റിൽ കിടക്കുന്ന ഫുഡ് ആട്ടോ. സപ്പർ വാസ് സെർവ്ഡ്. എന്ത് ചെയ്തു? സെർവ് ചെയ്തു അല്ലേ? ഭക്ഷണവും വിളമ്പി. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ഒരു കല്യാണ സദ്യ പോലെ അല്ലേ? വെഡ്ഡിങ് ഫീസ്റ്റ് പോലെ, ഇപ്പോഴത്തെ വെഡ്ഡിങ് ഫീസ്റ്റ് പോലെ ആയിരിക്കും അല്ലേ? ഭയങ്കര വിഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പം വിഭവങ്ങളുടെ ഒരു സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങളുടെ ഒരു വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഭക്ഷണം വിളമ്പിയത്. നോക്കാം. The tables were loaded with every kind of food and drink. എന്താണ്? Tables were loaded with every kind of food and drinks. അല്ലേ? എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, എവറി കൈൻഡ് ഓഫ് ഫുഡും ഡ്രിങ്കും, എല്ലാ ടൈപ്പ് ഫുഡുകളും കുടിക്കാനുള്ള ഡ്രിങ്കുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വൈൻ ഫ്ലോഡ് ലൈക്ക് എ വാട്ടർ. വൈൻ എങ്ങനെയാ മക്കളെ? വെള്ളം പോലെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. ഐ മീൻ അത്ര ഉണ്ടായിരുന്നു എന്ന്. വൈനൊക്കെ കുടിക്കാറുമ്പോൾ രാജകൊട്ടാരത്തിൽ അതൊന്നും തെറ്റല്ല കേട്ടോ. അതൊക്കെ അന്നത്തെ കാലത്ത് അവരിങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും വെക്കുന്ന മാതിരിയായിരിക്കും അവർ വൈനൊക്കെ വെക്കുക കേട്ടോ അന്നത്തെ കാലത്ത്. സോ the courtiers stuffed. Courtiers means കൊട്ടാരത്തിലെ മറ്റാളുകൾക്കാട്ടോ ഈ courtiers എന്ന് പറയാം. courtiers stuffed, കുത്തി നിറക്കാട്ടോ. stuffed പറഞ്ഞാൽ എന്താണ്? stuffed means എന്താണ് മക്കളെ? ഇങ്ങനെ കുത്തി നിറക്കുക, വയറിങ്ങനെ നിറക്കുക കേട്ടോ. themselves with the choicest dishes. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച്, കോർട്ടിയേഴ്സിനൊക്കെ സുഖജീവിതം അല്ലേ? കോർട്ടിയേഴ്സ് എന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് അവരുടെ വയറിങ്ങനെ സ്റ്റഫ് ചെയ്തു കേട്ടോ.
that Archduke made till eat and drink until his stomach was about to burst. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? മെയ്ഡ് ടിൽ എന്ന് പറഞ്ഞാൽ ടില്ലിനെ കഴിപ്പിച്ചു. ആർച്ച്ഡ്യൂക്ക് എങ്ങനെ ടില്ലിനെ കഴിപ്പിച്ചത്? ഭക്ഷണം കൊടുത്തും കഴിക്കാൻ കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേസ്റ്റ്, പൊട്ടിത്തെറിക്കാൻ. എൻ്റെ സ്റ്റൊമക്ക് ഇനിയും കഴിച്ച എൻ്റെ സ്റ്റൊമക്ക് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ബേസ്റ്റ് മീൻസ് പൊട്ടിത്തെറിക്കുക അല്ലെ. പൊട്ടിത്തെറിക്കാനാവുന്നവരെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ടില്ലിന് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് കഴിപ്പിച്ചു കേട്ടോ. Then the Archduke too ate hurtfully. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സറിഞ്ഞ് സന്തോഷവാന, ഹർട്ട്ഫുള്ളി അല്ലെ, മനസ്സറിഞ്ഞ് ആർച്ച്ഡ്യൂക്ക് ഭക്ഷണം കഴിച്ചു കേട്ടോ. Then his face was flushed with drink. വൈനൊക്കെ അങ്ങ് വാട്ടർ പോലെ അല്ലായിരുന്നോ? സോ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫേസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലഷ് ചെയ്തിട്ടുണ്ട്, ചുവന്ന് തുടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഫ്ലഷ് ഒക്കെ എന്ത് ചെയ്തു? മുഖമൊക്കെ എന്ത് ചെയ്തു മക്കളെ? ചുവന്നിങ്ങനെ തുടുത്തു കേട്ടോ. But he seemed lost in thought. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ ഇങ്ങനെ വൈനൊക്കെ കുടിച്ചതല്ലേ, ഇങ്ങനെ ചിന്തകളൊക്കെ ഇങ്ങനെ വയറും നിറഞ്ഞ് മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ കുടിക്കാനല്ലേ. അപ്പൊ ചിന്തകളൊക്കെ ഇങ്ങനെ പതുക്കെ തോട്ടൊക്കെ ഇങ്ങനെ മറിയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തകളൊക്കെ ഇങ്ങനെ വേറെ ചിന്തയിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ലോസ്റ്റ് ആണ് നഷ്ടപ്പെടുക. ചിന്ത നഷ്ടപ്പെടുക പറഞ്ഞാൽ എന്താ? കുറച്ചൊക്കെ അങ്ങനെ അങ്ങനെ എത്തിയിട്ടുണ്ട്, വൈനൊക്കെ കുടിച്ചതല്ലേ അല്ലേ. He suddenly എന്താ? പെട്ടെന്ന് looked up and said loudly. പെട്ടെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, ആരെ? ടില്ലിനെ നോക്കി. എന്നിട്ട് ഉറക്കെ പറയാണ്. എന്താ പറയുന്നത്? Our court painter must paint our portrait. ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്താണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞത്? Our court painter must paint our portrait. കോട്ട് പെയിന്റർ എന്ത് ചെയ്യണം? എൻ്റെ ഒരു പെയിന്റ് വരക്കണം, എൻ്റെ ഒരു ചിത്രം വരക്കണം എന്നാണ്. പോർട്രേറ്റ് മീൻസ് എന്താ മക്കളെ? പോർട്രേറ്റ് മീൻസ് എന്താണ്? പെയിന്റ് കേട്ടോ. അതേ രാജാവിന്റെ ചിത്രം കേട്ടോ. So that we will have the satisfaction of leaving our memory to our descendants. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രം വരക്കുന്നത്? that we will have to satisfaction, സംതൃപ്തി കിട്ടുക അല്ലെ, ഓഫ് ലീവിങ് അവർ മെമ്മറി. ഇവിടെ നിന്നും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംതൃപ്തി കിട്ടണം. എന്ത്? മെമ്മറി ഓഫ് ടു അവർ ഡിസൻസ്. നമ്മുടെ ഡിസൻസ് മീൻസ് എന്താണ്? നമ്മുടെ പിൻഗാമികളാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് ഇവിടെ വെച്ച് കൊടുത്തു പോകുന്ന നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലിവിങ് അവർ മെമ്മറി, നമ്മുടെ മെമ്മറിയിൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സംതൃപ്തി കിട്ടുന്ന ഒരു പിക്ചറായിട്ട് ഇവിടെ ഡിസൻസിന് നമുക്ക് ഇവിടെ വെച്ച് കൊടുത്തു പോകാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഈ പിക്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ വരും തലമുറക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചിത്രം വരക്കാൻ, പെയിന്റിങ് അല്ലെ, പോർട്രേറ്റ് വരക്കാനാണ് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുള്ളത്? ടില്ലിനോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ മീൻസ് എന്താണ്? സംതൃപ്തി കേട്ടോ. ഡിസൈൻസ് മീൻസ് പിൻഗാമികൾ, വരും തലമുറക്കാർ. ഓക്കെ. Then we too have to take our place in history. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? we too have to take our place in history. നമ്മുടെ ഈ ചരിത്രത്തിൽ, ഐ മീൻ ഇങ്ങനെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി പോകുമല്ലോ. അപ്പോൾ ഒരു ചരിത്രത്തിൽ എന്താവണം? അദ്ദേഹത്തിനും ഒരു സ്ഥാനം വേണം. വിത്ത് അവർ നോബിൾ ആൻസിസ്റ്റേഴ്സ്. എങ്ങനെ? നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള നോബിൾ ആൻസിസ്റ്റേഴ്സ്, നോബിൾ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് മീൻസ് മുൻഗാമികൾ അല്ലെ. കഴിഞ്ഞു പോയ മുൻഗാമികള് ഒരു അവരുടേതായിട്ടുള്ള ചരിത്രത്തിൽ ഓരോ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ആ കഴിഞ്ഞു പോയ മുൻഗാമികൾ പിടിച്ച പോലത്തെ ഒരു സ്ഥാനം അദ്ദേഹത്തിനും എന്ത് വേണം? ഈ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിനും അങ്ങനെ ഒരു പ്ലേസ് വേണം. ഹൂസ് പോർട്രേറ്റ്സ് ആർ ഓൺ ദീസ് വാൾസ്. അവരുടെ ചുമരുകളിലൊക്കെ അവരുടെ എന്തുണ്ട്? കഴിഞ്ഞു പോയ മുൻഗാമികളുടെയൊക്കെ ചിത്രത്തിന് ഈ ഹിസ്റ്ററിയിൽ അവരിങ്ങനെ സ്ഥാനം പിടിച്ച പോലെ തന്നെ ഈ ചുമരുകളിലൊക്കെ അവരുടെ ചിത്രം വെച്ച് ഓരോ ചരിത്രത്തിലും ഓരോ കാലഘട്ടത്തിലും അവർ സ്ഥാനം പിടിച്ച പോലെ അദ്ദേഹത്തിന് എന്ത് വേണം? ഇദ്ദേഹത്തിനും അതേപോലെ അദ്ദേഹത്തിന് മുൻഗാമികളെ പോലെ ചരിത്രത്തിൽ ആ ചിത്രം അവിടെ വെച്ചിട്ട് ഒരിടം പിടിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. അതിന് കൂടെ പറയുന്നുണ്ട്, മരണത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, എൻ്റെ കാലശേഷം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? സാഡാണ് അല്ലെ. ഡെത്ത് മീൻസ് മരണം, തിങ്കറിനെ ചിന്തിക്കുക. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? സങ്കടം തന്നെയാണ്. വി ഡു നോട്ട് നോ. നമുക്ക് അറിയില്ല എന്ത്? വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മോൺ. ഫിറ്റ് ടു സമ്മോൺ എന്ന് പറയില്ലേ, നമ്മളൊരാൾ കോൾ ചെയ്ത് ക്ഷണിച്ച് വിളിക്കാന്ന് പറയില്ലേ. അപ്പൊ ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്, സമ്മോൺ മീൻസ് വിളിക്കുക, ക്ഷണിക്കുക, ക്ഷണക്കത്ത് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ
ഫിറ്റ് ടു സമോൺ, ദൈവം നമ്മളെ എപ്പോഴാണ് വിളിക്കുന്നത് എന്നെന്തില്ല, നമുക്കറിയില്ല അല്ലേ. ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമോൺസ്, ദൈവത്തിന് നമ്മൾ എപ്പോഴാണ് വിളിക്കാൻ എന്നുള്ള, ദൈവം നമ്മൾ എപ്പോൾ വിളിക്കുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും അറിയില്ല. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിന്റഡ്, പക്ഷെ നമ്മുടെ പിക്ചർ എന്ത് ചെയ്യണം, ചിത്രം എന്ത് ചെയ്യണം, വരക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ എന്താണ്, നമ്മൾ നല്ല പോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് നമ്മൾ ഫിലിംസ് ഒക്കെ കാണുന്നിടയ്ക്ക് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാറില്ല അല്ലേ, ഇല്ലേ, ബ്രേക്ക് എടുക്കാറില്ലേ? അപ്പോൾ സ്കൂളിലും തന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കാറില്ല മക്കളെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഐ വിൽ ബി ബാക്ക് വിത്ത് ടിയർ. ഓക്കെ.